സോ ഗായ്സ് എല്ലാം നമ്മുടെ പുതിയൊരു വീഡിയോക്ക് സാധനം ഓക്കെ. സോ ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഫുള്ളും ഗിയറപ്പ് ആയിട്ട് കണ്ടോ, ഫുള്ള് അതിനറമാറായിട്ട് ഫുള്ളും സെറ്റ് ആയിട്ടുണ്ട് ഓക്കെ. സോ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ എന്തായാലും ഒരു അയം ഫാം എന്നല്ല, ഒരു വില്ലേജ് ബ്രീഡർ ഉണ്ടാക്കണം എനിക്ക് ഓക്കെ. പിന്നെ പിന്നെ ഇത്തിരി അടുത്ത എപ്പിസോഡൊക്കെയുള്ള ഇത്തിരി പ്ലാനും എല്ലാം ഓക്കെ പറയാനുണ്ട് ഓക്കെ. സോ എന്തായാലും ഞാൻ കൂടെ പറഞ്ഞ് ബോറടിപ്പിക്കണില്ല, നമുക്ക് നേരെ വീഡിയോ കിടക്കാം. സോ എന്തായാലും എല്ലാവരും ലൈക്കൊക്കെ അടിക്കുക ഓക്കെ. എന്തായാലും നമുക്ക് നേരെ വീഡിയോ കിടക്കാം. സോ ഞാൻ കഴിഞ്ഞ എപ്പിസോഡല്ല, മറ്റേ ESMൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണല്ലോ, പ്ലാൻസ് എന്തൊക്കെയാണ്. അപ്പോൾ ആ ഒരു കാണിച്ച സ്ഥലം ഞാൻ ഇപ്പോൾ ഇവിടെ ഫുള്ള് ഇങ്ങനെ ടെറഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നമ്മുടെ ഒരു മിഡീവൽ ലൈഫ് എന്ന് വെച്ചാൽ മിഡീവൽ തീമിലുള്ള വില്ലേജ് ആയിരിക്കും. പിന്നെ ഇവിടെ ഫുള്ള് ഞാൻ ഫാമും കുത്തി ഇറക്കിയെന്നാണ് പറഞ്ഞത് ഓക്കെ. സോ ഇവിടെ ഞാൻ അത് അത്രയും ഇങ്ങനെ ഫുള്ളും ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ നമുക്ക് മിക്കവാറും വില്ലേജിൻ്റെ വലിപ്പം വരുള്ളൂ, കാരണം ഇത്തിരി വലിയ ഇതുണ്ട്. പിന്നെ ഞാൻ അതവിടെ ഒരു അയം ഫാം കഴിഞ്ഞിട്ടുള്ള ഇനി ഞാനൊരു ഹൗസ് ഉണ്ടാക്കുന്നുണ്ടാവും. ഫസ്റ്റത്തെ ഹൗസ് ഇവിടെ വരും ഓക്കെ. അതിനുള്ള ഇതൊക്കെ ഞാൻ കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ്, ഓരോന്ന് എടുത്തിട്ട് സെറ്റ് ആക്കണം ഓക്കെ. അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും ഒരു വില്ലേജ് ബ്രീഡർ ഉണ്ടാക്കാൻ പോവാണ് ഓക്കെ. അതിനുള്ള രണ്ട് ചെക്കന്മാരല്ല, ഒരു ചെക്കന് വേണ്ടി ഞാൻ അവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവരിനി നമുക്ക് വേണ്ടി പണി ചെയ്യും. സോ എന്താ മിക്കവാറും ഞാനിത് വില്ലേജ് ആ ഗുഡ് മിക്കവാറും ഞാൻ വില്ലേജ് ബ്രീഡർ ആദ്യം ഉണ്ടാക്കിയിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ടാവുള്ളൂ, കാരണം എനിക്ക് മറ്റേ റീപ്ലേ മോഡിക്ക് ഇപ്പോഴും സെറ്റ് ആയിട്ടില്ല ഓക്കെ. അപ്പോൾ എന്തായാലും ഞാൻ അത് എന്തായാലും കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഞാൻ എന്തായാലും അടുത്ത് തന്നെ റീപ്ലേ മോഡ് സെറ്റ് ആക്കാൻ നോക്കാം ഓക്കെ. അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും ഈ വില്ലേജ് ബ്രീഡർ ഒന്ന് ഉണ്ടാകട്ടെ, അപ്പോഴേക്കും വരാം. ഈ വില്ലേജ് ബ്രീഡർ ഒന്ന് ഏതെങ്കിലും നല്ല സ്ഥലം കണ്ടുപിടിച്ചിട്ട് ഞാൻ ഉണ്ടാക്കാം ഓക്കെ. അപ്പോൾ എന്തായാലും ഞാൻ പെട്ടെന്ന് വരാം ഓക്കെ. ആ വില്ലേജ് ബ്രീഡർ ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് ഞാൻ ഇപ്പോൾ വരാം ഓക്കെ. വില്ലേജേഴ്സിനെ കയറ്റണമൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കാം, പക്ഷേ അതിൻ്റെ ഒരു ഇത് ഞാൻ എന്തായാലും ഇപ്പം തന്നെ ചെയ്തിട്ട് വരാം. എല്ലാവർക്കും അറിയണം വില്ലേജ് ബ്രീഡർ ആണ്. ഇനിയിപ്പോൾ ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇട്ടാൽ ഞാൻ വെച്ചാൽ അതിനായിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ ഉണ്ടാക്കാം ഓക്കെ. എന്തായാലും നമുക്ക് നേരെ നേരെ ഉണ്ടാക്കിയിട്ട് ഞാൻ വരാം. വില്ലേജ് ബ്രീഡർ ഫാം എന്തായാലും റെഡി ആക്കിയിട്ടുണ്ട് ഓക്കെ. ആ സാധനം ഫുള്ള് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഞാൻ പിന്നെ വേറൊരു പരിപാടീൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് ഒരു ഇത്തിരി സ്റ്റെപ്പ് കൂടി കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ. ഞാൻ എന്തായാലും അതൊക്കെ കാണിച്ചു തരാം. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ ഇനി എൻ്റെ ഇത്തിരി പ്ലാൻസ് ഉണ്ട്, അതൊക്കെ ഒന്നുകൂടി പറയാം ഓക്കെ. സോ എന്തായാലും ഞാൻ എൻ്റെ മറ്റേ വില്ലേജ് ബ്രീഡർ ഫാം എന്തായാലും കാണിച്ചു തരാം. സോ ഓക്കെ. അപ്പം ഞാൻ അത് അവിടെ ആയിട്ടാണ് ഉണ്ടാക്കി, കാരണം ഞാൻ എവിടേക്ക് നോക്കിയപ്പോൾ ഇവിടെ ഫുള്ളും കേവൊക്കെയാണ്. സോ എനിക്ക് അവിടെ അയൺ ഫാം ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം അയൺ ഫാം എന്തായാലും പോയിട്ട് മറ്റേ അയൺകോളം എന്തായാലും ഇതിൻ്റെ അടിയിൽ പോയിട്ട് സ്പോൺ ആവും. അതുകൊണ്ട് ഞാൻ ഇവിടെ ഉണ്ടാക്കാമെന്ന് വെച്ചത് അത് മാറ്റി വെച്ചത്, കാരണം അവിടെ ഫുള്ളും കേവായിട്ടുണ്ടോ ഓക്കെ. സോ ഞാൻ പിന്നെ വിചാരിച്ചു ഇത് ഇവിടെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഞാൻ അത് അവിടെ ആ ഒരു മുക്കിലത്തെ സ്ഥലം ഞാൻ ഇതാക്കി, എന്നിട്ട് അവിടെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്നിട്ട് എനിക്ക് ഇതിനെ ഇങ്ങനെ കവർ ചെയ്തിട്ട് ഒന്നെങ്കിൽ അതന്നെ ഞാനൊരു ഹൗസ് പോലെ ബിൽഡാക്കും ഓക്കെ. അതന്നെ ഞാനൊരു ഹൗസ് പോലെ ബിൽഡാക്കും. ആ അയൺ ഫാം ഞാൻ എന്തായാലും ഒരു ഹൗസ് പോലെ ബിൽഡാക്കാനാവും എന്താ ഇത് കൂടുതൽ ഓക്കെ. സോ ഞാൻ അതാ ഇവിടെ ഇത്തിരി ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാ ഇവർ ഇതുവരെയായിട്ടൊന്നും ചെയ്തിട്ടില്ല. പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യും. വാ ഇതില് അതെന്താ സംഭവം? അയ്യോ ഇതുണ്ട്. എന്നിട്ട് ഞാൻ ഈ സാധനം ഞാൻ ഇപ്പോഴാണ് അറിയണേ. ഈ സാധനം ഉണ്ടെങ്കിൽ ഞാൻ ഇത് ആദ്യം തന്നെ ചെയ്തതെന്ന്. ഓ നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ട് ഇവരെടുത്താ കയ്യിൽ കിട്ടൂലേ? ഓ ഇതെന്തായാലും നല്ലൊരു സംഭവം. ഇനി നമുക്ക് ഈ സാധനം യൂസ് ചെയ്യാം. ഓക്കെ ഓക്കെ. സോ അങ്ങനെ ഒരു സാധനം കണ്ടുപിടിച്ചു ഞാൻ. ഇവർ ഇതുവരെയായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇപ്പോഴും ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുള്ളൂ, കാരണം ഇത്തിരി വില്ലേജേഴ്സ് വന്ന് കഴിഞ്ഞിട്ട് ഞാനിവിടെ മറ്റേ മൈൻകാട്ടിൻ്റെ സംഭവമൊക്കെ സെറ്റാക്കാം ഓക്കെ. എന്തായാലും ഈ സംഭവം എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. ഈ സംഭവം ഞാൻ ഇപ്പോഴാണ് ഈ ഒരു ഇതിലാണ് കണ്ടുപിടിക്കുന്നത്. ഞാൻ എന്നിട്ട് അവിടെ അല്ല എൻ്റെ വില്ലേജറിനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് ബോട്ട് എടുത്ത് ഇതുവരെ മുന്തി കൊടുന്നിട്ടാണ് ചെയ്തത്. എനിക്ക് ഈ സംഭവം അറിയിച്ചാൽ ഇത്രയും പെട്ടെന്ന് സംഭവമൊക്കെ ഇതായിരുന്നു ഓക്കെ. സോ ഇനി ഞാൻ എൻ്റെ അയൺ ഫാമിൻ്റെ ഒരു പ്രോഗ്രസ് കാണിച്ചു തരാം ഓക്കെ.
സോ ഞാൻ ഇവിടെ ആയിട്ടാണ് അയൺ ഫാം ഇതാക്കണം. ഓക്കെ, ശരിക്കും ഈ ഒരു 9x9 ബ്ലോക്കിൽ മാത്രമാണ് ഇതിൻ്റെ വിത്ത് വരുള്ളൂ. പക്ഷേ ഈ സംഭവം ഞാൻ ജസ്റ്റ് ഒരു അളവിന് വേണ്ടിയിട്ട് ഇവിടെ വില്ലേജേഴ്സ് ഈ ഒരു 4 ചേമ്പറിലും ഒരു 3 വില്ലേജേഴ്സ് ആയിട്ട് വരും. ഓക്കെ, ഈ ഒരു 4 ചേമ്പറിലും. സോ ഇത് ഇനിയും ഒരു 6-7 ബ്ലോക്ക് അടിയിക്ക് നമുക്ക് കുഴിക്കാണ്ട്, ഇത് പിന്നെ ഒരു ബ്ലോക്ക് കൂടി നെൽത്തിക്കാക്കിയിട്ട് ഈ സെൻറ്റർ 3-3 എടുക്കും നമ്മൾ. എന്നിട്ട് അതൊരു 30 ബ്ലോക്ക് അടിയിക്ക് കുഴിക്കാണ്ട്. ഓക്കെ, സോ അതാണ് എൻ്റെ പ്ലാൻ. എന്നിട്ട് ഞാൻ ഇതൊരു മിക്കവാറും ഇതൊരു ഹൗസ് ആക്കി ഉണ്ടാക്കാനാവും ഞാൻ സാധ്യത കൂടുതൽ. ഓക്കെ, ഇതൊരു അയൺ ഫാം എന്ന് വെച്ചാൽ ഒരു അയണിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു ബിൽഡ് ഉണ്ടാക്കാം. ഓക്കെ, ലൈക്ക് ഒരു മീഡിയവൽ ഹൗസ് തന്നെ ഇവിടെ സെറ്റാക്കാൻ പറ്റുമോ നമുക്ക് ഞാൻ നോക്കി നോക്കാം. ഓക്കെ, ലൈക്ക് നമുക്ക് അടിയിൽ നിന്നൊരു കോപ്പറല്ല ഒരു ഹോപ്പർ വെച്ചിട്ട് മുകളിലേക്ക് സാധനം കൊടുന്നിട്ട് ഇവിടെ ഇതിന് ചെസ്റ്റ് വെച്ചിട്ട് അവിടേക്ക് അയൺ വരുന്ന പോലെയൊക്കെ നമുക്ക് സെറ്റാക്കാം. സോ അതാണ് എൻ്റെ ഇപ്പോഴൊരു പ്ലാൻ. മിക്കവാറും അടുത്ത എപ്പിസോഡ് തന്നെ ഞാൻ എന്തായാലും ഈ അയൺ ഫാം കംപ്ലീറ്റ് ആകും. ഫാം കംപ്ലീറ്റ് ആകുക എനിക്ക് അത് ഈ സംഭവം ഒന്ന് വർക്കാവണം. അതിപ്പോൾ വർക്കാവണില്ല. ഓക്കെ, വർക്കാവണില്ല പറഞ്ഞാൽ അവർക്ക് അതിനായിട്ടുള്ള മറ്റേ പൊട്ടാറ്റോ എത്ര വേണമല്ലോ, ആ സംഭവം നമുക്ക് സെറ്റ് ആയിട്ടില്ല. സോ അത് ഞാൻ വല്ല ബോൺ വീൽ എന്തൊക്കെയും വെച്ചിട്ട് സെറ്റാക്കാം, ബോൺ മീൽ വെച്ചിട്ട്. ഓക്കെ, അതിപ്പോഴും ജസ്റ്റ് പണി എടുത്തിട്ടില്ല. ഓക്കെ, അവരിതാ പൊട്ടാറ്റോ വീറ്റൊക്കെ വെക്കുന്നുണ്ട്. വീറ്റ് കുഴപ്പമില്ല, എന്നാലും പൊട്ടാറ്റോൻ്റെ അത്ര എഫിഷ്യൻ്റ് ആവില്ല എന്ന് മാത്രം വീറ്റ് വെച്ചാൽ. ഓക്കെ, അപ്പോൾ എന്തായാലും പിന്നെ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഈ സംഭവം നമ്മളൊരു മിഡിവൽ തീമിലുള്ള വില്ലേജ് ആക്കുന്നല്ലേ പറഞ്ഞു. അപ്പോൾ അത് നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യണം. അതാ ഓക്കെ, അടിപൊളിയായിട്ട് നമുക്ക് ആ സാധനം ചെയ്യണം. എനിക്ക് അതൊരു എന്തായാലും വേണം. ഓക്കെ, സോ ഇവിടെ ഒരു വീട് വരും. മാക്സിമം എനിക്ക് ഇവിടെ വരുന്ന ഒരു വീട് ഏതെങ്കിലും ഒരു വീട് മിക്കവാറും എൻ്റെ ഒരു മെയിൻ ഹോമായിട്ട് ഞാൻ മാറ്റും. ഓക്കെ, സോ എൻ്റെ ഒരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ചുറ്റൊരു ഇതുപോലെ വെച്ചിട്ട് നടുവിലൊരു കാസ്റ്റിൽ പോലത്തെ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കുക എന്നാണ് എൻ്റെ ഒരു ഇപ്പോഴത്തെ പ്ലാൻ. ഓക്കെ, സ്ഥലം ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ അതാണ് ഇപ്പോൾ നോക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ചുറ്റും ഇങ്ങനെ വീട് വെച്ചിട്ട് നടുവിടെ ഒരു പാത്തും പിന്നെ സെൻറ്ററിൽ ഒരു ഫൗണ്ടെയിനൊക്കെ വെച്ചിട്ട് അതാവും ഇതിലൂടെ ഭംഗി. ഓക്കെ, മിക്കവാറും അതാവും ചെയ്യാം. എന്തായാലും എനിക്കൊരു മെയിൻ ഹൗസ് ആയിട്ട് ഞാനൊരു കാസ്റ്റിൽ ഉണ്ടാക്കുന്നുണ്ടാവും. അത് നമുക്ക് വേണമെച്ചാൽ ഒരു അങ്ങോട്ടൊക്കെ ആയിട്ട് അങ്ങോട്ട് ഫോറസ്റ്റ് ആണ്. ഓക്കെ, വേണമെച്ചാൽ നമുക്ക് ഈ മലയുടെ മുകളിലൊക്കെ സെറ്റാക്കാം. ഓക്കെ, ഒക്കെ ഞാൻ ഇനി പറഞ്ഞ എപ്പിസോഡിൽ ഞാനൊരു നല്ല സ്ഥലം നോക്കിയിട്ട് നമുക്ക് സെറ്റാക്കാം. അവിടെ ആരൊക്കെയോ വീട് വെക്കുന്നുണ്ടോ? ഓക്കെ, അവിടെ ആരൊക്കെയോ വീട് വെക്കുന്നുണ്ട്. ഞാൻ ഒന്ന് പോയിട്ട് അവിടെ നോക്കിയിട്ട് വരാം. ഈ സാധനം എപ്പോഴാണ് കാണണേ? എത്ര നേരം ഇതിൽ കളിച്ചിട്ട് ഇപ്പോഴാണ് ഞാൻ ഈ സാധനം കാണുന്നത്. ഇവിടെ ആരോ വീട് വയ്ക്കുന്നുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പോയിട്ട് നോക്കിയിട്ട് വരാം. ഓക്കെ, കുഴപ്പമില്ല, അവർ അടുത്ത് താമസിച്ചാലും നമുക്ക് വലിയ സീനില്ല. ഓക്കെ ഓക്കെ, അവർ നല്ല ബിൽഡിങ് എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ചെസ്റ്റ് ഉണ്ട്. ഇത് ആരുടെ വീടാണെന്ന് എനിക്ക് അറിയില്ല. ക്യാമ്പ് ഫയർ. ഓക്കെ, എന്തോ സംഭവം ഉദ്ദേശിക്കുന്നുണ്ട്. ഇവിടെ വീട് വെച്ചാലൊന്നും കുഴപ്പമില്ല, ജസ്റ്റ് അവിടെ വന്നിട്ട് സാധനങ്ങൾ എടുക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു സാധനം. ഓക്കെ, ഇപ്പം എന്തായാലും ഞാൻ ആരെങ്കിലൊക്കെ ഇവിടെ ഓൺലൈനിൽ പറയുമ്പോൾ ഇവിടെ നോക്കാം. എനിക്ക് അറിയില്ല ഇവിടെ ആരെ വീട് വെച്ച് നിൽക്കാറുണ്ട് ഇവിടെ. എന്തായാലും ഞാൻ നോക്കാം. ഓക്കെ, സോ എൻ്റെ പ്ലാൻ അത്രേ ഉള്ളൂ. ഒന്നെങ്കിൽ ഞാൻ അടുത്ത എപ്പിസോഡ് ആകുമ്പോഴേക്കും എനിക്കൊന്ന് ഡയമണ്ട് ആർമർ ആവണമെന്നുണ്ടോ? ഓക്കെ, നമുക്ക് വേണമെന്ന് വെച്ചാൽ ഈ വീട്ടിലത്തെ ആളോട് നമ്മളെത്തി സഹായിക്കാൻ പറയാം. ഓക്കെ, അപ്പോൾ വർക്ക് ഇതിലൂടെ സിമ്പിളായിട്ട് കഴിയും. അതെന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, പിന്നെ എന്താ എനിക്കിവിടെ വേറൊരാൾ സ്പ്രൂസിൻ്റെ സാപ്ലിങ് കൊടുന്നു തന്നിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഞാൻ എത്ര ഇതാക്കി. ഓക്കെ, അങ്ങനെയാണ് എനിക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ മറ്റേ സ്പ്രൂസത്തെ ഓരോ സംഭവം കിട്ടി. ഞാനിവിടെ ഫുള്ളും തപ്പി നോക്കി, ഇവിടെ എവിടെ ഉണ്ടാകുന്നില്ല. ചോദിച്ചപ്പോൾ സാധനം കിട്ടി. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ, ഇത്രേ ഉള്ളൂ. ഓക്കെ, എന്തായാലും അടുത്ത എപ്പിസോഡ് ഞാൻ മിക്കവാറും ഡയമണ്ട് ആർമർ ആവാൻ നോക്കാം. കാരണം ഞാൻ ഇതുവരെയായിട്ട് കേവിൽ ജസ്റ്റ് വെറുതെ ഇറങ്ങിയിട്ട് ഈ സംഭവത്തിന് വേണ്ടി മാത്രമേ. ഒരു മിനിറ്റ് ബ്രോ വേറെ ആര് ഗോയിങ്? ഓക്കെ, സോ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ ഞാൻ ഈ കേവ് ഈ അയൺ ആർമർ ആവാൻ വേണ്ടി മാത്രമാണ് ഞാൻ
സോ ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ ഓക്കെ, ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ ഞാൻ ജസ്റ്റ് ഇപ്പോൾ കേവിൽ പോയത് എന്തിനാ വെച്ചാൽ ഈ അയൺ ആർമർ ആണ്. ഓക്കെ, ഈ അയൺ ആർമർ ആവാത്തതുകൊണ്ട് തന്നെ ഈ സാധനം ഞാൻ ഫുള്ള് ലൈറ്റ് അപ്പ് ചെയ്യാത്തതുകൊണ്ട് തന്നെ എല്ലാ രാത്രി വന്നിട്ട് ഏതെങ്കിലും സോംബി വന്നിട്ട് എന്നെ കൊല്ലും. അതുകൊണ്ട് എനിക്ക് എന്തായാലും ഒരു അയൺ ആർമർ ആവണമായിരുന്നു. ഓക്കെ, കാരണം ഞാൻ അവിടെയും പണിയെടുക്കണ്ടാവും, എന്നിട്ട് എൻ്റെ ബെഡ് പടിയും. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി വരുമ്പോഴേക്ക് ഏതെങ്കിലും ഒരു കുട്ടി കുരിപ്പ് വന്നിട്ട് എന്നെ കൊന്നിട്ട് പോകും. ഇവിടെ പിന്നെ മിക്കവാറും മറ്റേ സോമയുടെ മറ്റേ കുട്ടിയാണ് വരിക. ഓക്കെ, അത് പിന്നെ ഒപ്പം ഓടിയിട്ട് ഞാൻ അവിടെ എത്തുമ്പോഴേക്കും അതാദ്യം അവിടെ ഓടിയെത്തും. സോ അങ്ങനെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ അയൺ ആർമറായി. അല്ലെങ്കിൽ ഞാനിപ്പോഴും മറ്റേ എൻ്റെ ഈ ഡ്രസ്സ് വെച്ചിട്ട് തന്നെ ഞാൻ ഇരിക്കുന്നുണ്ടാവുക. ഓക്കെ, സോ എന്തായാലും എനിക്ക് എന്തായാലും ഒരു ഡയമണ്ട് ആർമർ ആവണം. ഓക്കെ, പിന്നെ എനിക്ക് ഞാൻ ഇതുവരെയായിട്ട് നെതറും പോയിട്ടില്ല. അതിന് തന്നെ എനിക്ക് മറ്റേ ഒബ്സിഡിയം മൈൻ ചെയ്യാൻ തന്നെ എന്തായാലും എനിക്ക് മറ്റേ എന്ത് വേണം, ഡയമണ്ട് പിക്കാക്സ് വേണം. അപ്പോൾ അതിനൊക്കെ വേണ്ടി തന്നെ എനിക്ക് എന്തായാലും ഡയമണ്ട് വേണം. സോ ഞാൻ ഇവിടുന്ന് ആരെങ്കിലും അയാളുടെ ആ ബ്രോൻ്റെ കയ്യിൽ വല്ല ഡയമണ്ട് ഉണ്ടെങ്കിൽ അത് ഞാൻ ഇപ്പോൾ എടുത്തായിരുന്നു. പക്ഷെ ആള് പാവം, കയ്യിൽ ഒന്നുമില്ലാന്ന് തോന്നണം, അയാൾ കൂടി ഇല്ലാന്ന് തോന്നണം. ഏ സോ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഞാൻ അടുത്ത ഈ വീഡിയോ ഇതിൽ ഇനിയിപ്പോൾ ഈ വില്ലേജസ് ബ്രീഡ് ആവുമെന്ന് എനിക്ക് ഒരു ഉറപ്പില്ല. ഓക്കെ, കാരണം ഇവർ ഇത്ര നേരമായിട്ടൊന്നും ചെയ്തിട്ടില്ല. അത് അവർ ഉറങ്ങാനുള്ളതിലായി. അതിൻ്റെ ഉള്ളിൽ ചാടി ഞാൻ ഇനി പുറത്തിറങ്ങി. ഓക്കെ, ഞാൻ എന്തായാലും ഞാൻ പോയിട്ട് ഉറങ്ങാം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു അവൻ്റെ 170 MS ആക്കി കിട്ടുന്നു, 160. ഇപ്പം എന്തായാലും ഈ സെർവറിൽ ഇപ്പോൾ ആരുമില്ല. ഓക്കെ, ഞാൻ എന്തായാലും നേരെ പോയിട്ട് ഉറങ്ങാം. സോ രാവിലെ ഉണ്ട് അതിനാരും കളിക്കുന്നില്ല. പക്ഷെ രാത്രിയാകുമ്പോൾ എങ്ങനെ പോലും ഒരു 4 പേര് ഓൺലൈനിൽ ഉണ്ടാവണം. ഓക്കെ, സോ സോ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ, ഷീൽഡ് ഒന്ന് മാറ്റട്ടെ. സോ ഗൈസ് ഇന്നത്തെ വീഡിയോ എത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ അടുത്തൊരു വീഡിയോയിൽ എന്തായാലും ഒരു അയൺ ഫാം എന്തായാലും സെറ്റാക്കും. ആ ഒരു അയൺ ഫാം എനിക്ക് കംപ്ലീറ്റ് ആക്കണം. കംപ്ലീറ്റ് ആക്കാൻ ആദ്യം തന്നെ ഈ മണ്ട വില്ലേജസ് ആദ്യം ഒന്ന് ബ്രീഡാവണം. അത് ചെയ്യണമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ ടാറ്റ ബൈ ബൈ.